ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാത്രിയിൽ എന്താ പറയുക, നോമ്പൊക്കെ തുറന്നതിന് ശേഷം രാത്രിയിൽ ചിലരൊക്കെ കഞ്ഞി കുടിക്കാറുണ്ട്, അതുപോലെ തന്നെ ചോറൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ചോറിൻ്റെ കഞ്ഞിയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല എരിവും പുളിയുള്ള നല്ലൊരു കോംബോയാണ്, നല്ലൊരു അടാറൈറ്റാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു മൺചട്ടിയാണ്. മൺചട്ടിയിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും നോക്കുക. നമ്മളിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ പേരുണ്ടെങ്കിൽ അളവ് കൂട്ടിയാൽ മതി. നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം എരിവുണ്ട്, എന്നാൽ ഓവറായിട്ട് എരിവൊന്നുമില്ല. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി കുഴച്ചെടുക്കുക. നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുക. ഒരുപാട് എരിവ് അങ്ങോട്ട് ചേർക്കണ്ട, കാരണം നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് എരിവ് ചിലർക്ക് പറ്റില്ലായിരിക്കാം. എരിവ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പിലിട്ട ഒരു 3-4 മാങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പ് വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കൂടി ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഒരിത്തിരി ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ച് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. പച്ചമാങ്ങയാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു, കാരണം അത് നല്ല ക്രിസ്പായിട്ടുണ്ടാവുമല്ലോ പച്ചമാങ്ങ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും. ബൈ ബൈ.